മരണാലത്തോടു കൂടി പാലക്കാട് നിന്നുണ്ട്. അരുൺ, ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ. കോൺഗ്രസ് അമിത ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും എന്താണ് റിയാലിറ്റി എന്നത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അരുൺ, ഉമേഷ്, തീർച്ചയായും കോൺഗ്രസ് അവരുടെ ആത്മവിശ്വാസം കൈവിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും കോൺഗ്രസിന് ഈ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ന്യൂനപക്ഷ വോട്ടുകൾ സരിനിലേക്ക് കൂടെ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതുള്ളത്. മാത്രമല്ല, സരിൻ എന്നുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള മണ്ഡലത്തിലും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. സരിൻ ഏതെങ്കിലും തരത്തിലൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും, അതായത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൃത്യമായിട്ട് ഇടതുപക്ഷം കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്ക് വിജയിക്കാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ 5000-ഓളം വോട്ടുകളാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ഈ ഷാഫി പറമ്പിലിനെ മാറ്റി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് മെട്രോമാൻ E ശ്രീധരൻ 3800-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. ഇത്തവണ ഏതായാലും അത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ BJP ക്യാമ്പുകളിലുണ്ട്. അതായത് ഇടതുപക്ഷ വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തിന് ലഭിക്കുകയും കോൺഗ്രസിൻ്റെ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തു എങ്കിൽ സ്വാഭാവികമായിട്ടും BJP വിജയിക്കുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷയായിട്ട് ഉള്ളത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം BJP പ്രതീക്ഷിക്കുന്ന കാര്യം എന്നുള്ളത് പോളിംഗ് തന്നെയാണ്. പോളിംഗിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. വാർഡുകൾ കേന്ദ്രീകരിച്ച് മൂത്താന്തറയും അതുപോലെ തന്നെ വടക്കന്തറയും കറുകോടിയും ഉൾപ്പെടെയുള്ള മേഖലകൾ, കൽപ്പാത്തി ഉൾപ്പെടെയുള്ള മേഖലകൾ, ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ BJPക്ക് 80%-ലധികം പോളിംഗ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകളൊക്കെ കൃത്യമായി തന്നെ അവർക്ക് പെട്ടിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് BJP പോസിറ്റീവായി കരുതുന്ന ഒരു ഘടകം എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ സരിൻ എന്നുള്ള സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൃത്യമായി പിടിക്കുകയാണെങ്കിൽ അത് BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് BJP രണ്ടാമതായി വിജയത്തിന് പ്രതീക്ഷയായി കരുതുന്നത്. മൂന്നാമതായിട്ട് കരുതുന്നത് ഈ UDFനെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും പോളിംഗ് അവരുടെ മേഖലകളിൽ, അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് നന്നേ കുറവായിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ബെൽറ്റുകളിലൊക്കെ പോളിംഗ് പലയിടത്തും കുറവായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ UDFന് നേരത്തെ ഷാഫി പറമ്പിലിന് കിട്ടിയ തരത്തിലുള്ള വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടില്ല എന്നുള്ളതാണ് BJP കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെയും NDAക്ക് ഒരു അനുകൂല ഘടകം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ എന്നുള്ളത് പാലക്കാട്ടുകാരനാണ്. പാലക്കാട് നഗരസഭയിൽ വൈസ് ചെയർമാനായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ നാട്ടുകാരനായ വ്യക്തി എന്നുള്ളൊരു ചിന്ത വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ അനുകൂലമായി വോട്ടിങ്ങിൽ BJPക്ക് അനുകൂലമായിട്ട് തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോർത്തിണക്കി പരിശോധിക്കുമ്പോൾ NDAയുടെ താമര പിരിയും പാലക്കാട് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് BJP ക്യാമ്പുകളിലുള്ളത്, NDA ക്യാമ്പുകളിലുള്ളത്. എന്തായാലും ദേശീയ രാഷ്ട്രം ഉറ്റുനോക്കുന്ന സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് വിധിയെല്ലാം പെട്ടിയിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആര് നേടും, ആര് വാഴും, ആര് വീഴുമെന്നൊക്കെ അറിയാൻ.